നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്പോയുടെ ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫോണായിട്ടുള്ള ഓപ്പോ A16 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ്ങും അതുപോലെ ഒരു റിവ്യൂമാണ്. അപ്പോൾ നമ്മൾ ഓപ്പോയുടെ ഒരു എല്ലാ ഫോണുകളുടെയും അൺബോക്സിങ് റിവ്യൂ, പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ ഫോണുകളുടെയും അൺബോക്സിങ് റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പുതിയ ഫോണുകൾ വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയ്ക്ക് താഴെയും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ എല്ലാ ലിങ്കുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണുകൾ വാങ്ങിക്കേണ്ട സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് നിമിഷമാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി അധികം വൈകാതെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോ A16 എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. മുകളിൽ ഓപ്പോ A16 മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. താഴെ ഈ ഒരു ഫോണിൻ്റെ ഏകദേശം ഒരു രൂപം ഫോട്ടോ പോലെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ 4GB RAM 64GB സ്റ്റോറേജ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടും ഇത്തരത്തിൽ മോഡൽ നെയിമും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഓപ്പോയുടെ ഫോണിൽ കണ്ടുവരുന്ന സെയിം ഒരു ബോക്സിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 5000 mAh ലോങ് ബാറ്ററി, അതുപോലെ 3D കർവ് ഡിസ്പ്ലേ ഡിസൈൻ, A triple ക്യാമറ, HD+I കെയർ ഡിസ്പ്ലേ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അതിൻ്റെ IMEI നമ്പർ, കാര്യങ്ങൾ, മാനുഫാക്ചറിങ് ഡേറ്റ്, ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സുമേ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കാം. സാധാരണ എല്ലാ ഓപ്പോയുടെ ഫോണിലും ഒക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ബോക്സ് ഇതിനകത്തുണ്ടായിരിക്കും. ഇതും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു പേപ്പർ ബോക്സ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പേപ്പർ ബോക്സിനകത്തായിരിക്കും ഇതിൻ്റെ ഒരു ബാക്ക് കേസും അതുപോലെ സിം എജക്റ്റിംഗ് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള നല്ല ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂളും പിന്നെ വാറണ്ടി പേപ്പേഴ്സ്, യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് A16 എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ നമുക്ക് ഇത്തരത്തിലൊരു 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു അഡാപ്റ്ററാണ് കേട്ടോ കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു Type-C ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ആക്സസറീസാണ് നമ്മൾ ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഒരു ചാർജിങ് അഡാപ്റ്റർ, ചാർജിങ് കേബിൾ, സിം എജക്റ്റിംഗ് ടൂള്, പിന്നെ ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് കേസും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ ഡിസൈനും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഓപ്പോ A16 എന്ന് പറയുന്ന ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ വൈസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഒരുവിധം ഓപ്പോയുടെയും വിവോയുടെ ഒക്കെ ഫോണുകൾ അൺബോക്സ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ്, ഡിസൈനിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഈ ബ്രാൻഡുകളൊന്നും നിർത്താറില്ല. ഒറ്റ നോട്ടത്തിൽ എത്ര റേറ്റ് കുറഞ്ഞ ഫോണാണെങ്കിലും നല്ല ഒരു ലുക്ക്, ഡിസൈൻ വൈസ് എല്ലാം അടിപൊളിയായിരിക്കും. ഇത് നമ്മളെടുത്തുള്ളത് ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ 3 കളർ വേരിയൻറ്റുകൾ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത് കേട്ടോ. അത് ഗ്ലോസി അല്ല, മാറ്റ് ഫിനിഷാണ്. ബ്ലാക്ക് കളറൊക്കെ ഗ്ലോസിയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ പോലെ തന്നെ ഫിംഗർ പ്രിൻറ്റുകളോ മറ്റു അഴുക്കുകളോ ഒന്നും ഇതിൻ്റെ ബാക്ക് പാനലിൽ പറ്റി പിടിച്ചിരിക്കുന്നില്ല. പിന്നെ താഴെ ഇവിടെ ഓപ്പോയുടെ ലോഗോയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് ഓരോ ആംഗിളിലും നല്ലൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ വിസിബിളായിട്ട് കാണുന്നുണ്ട്. ക്യാമറയിലും ഇത്തരത്തിലൊരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഒരു 3 ക്യാമറകളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തൊട്ട് മുൻപ് നമ്മൾ അൺബോക്സ് ചെയ്ത ഓപ്പോ F19 എന്ന് പറയുന്ന ഫോണുമായിട്ട് ഏകദേശം സാദൃശ്യമുള്ള ഒരു ഡിസൈനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. 3 ക്യാമറകളും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് നല്ല ഒരു രസമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 3D കർവ്ഡ് ഡിസൈനാണ് വരുന്നത്. തിക്നെസ് അത്യാവശ്യമുണ്ട്, കാരണം ഇതിൻ്റെ ബാറ്ററി 5000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആവറേജ് തിക്നെസ് ഉള്ള മോഡലാണ്. ഇനി സൈഡിൽ നോക്കിയാൽ സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാൻ വരുന്നത്. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് അൺലോക്ക് ആവുന്ന രീതിയിലാണ് ഇത് കൊടുത്തുള്ളത്. 0.48 സെക്കൻഡിനകത്ത് അൺലോക്ക് ആവും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നത്. അതുപോലെ തന്നെ മുകളിലായിട്ടൊരു സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്ക് 2 സിം കാർഡുകളും മെമ്മറി കാർഡും ഒരേ സമയം ഇട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത്. താഴെ നോക്കിയാൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അതുപോലെ മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡിസൈൻ വൈസ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. നല്ല ഒരു ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഫോൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫോൺ ഓണാക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാൻ ഈ ഫോൺ കുറച്ച് നേരം ഓണാക്കി ഉപയോഗിച്ച് നോക്കിയതാണ് കേട്ടോ. എനിക്ക് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അതിൻ്റെതായ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓണാക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഫോൺ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഒരുപാട് മണിക്കൂറുകളുടെ എഫോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ വീഡിയോകളും നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ, സെറ്റിങ്സും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ എന്തായാലും ഇതാണ് ഓണാകുമ്പോൾ കാണുന്ന ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത്തരത്തിൽ വലിയ ഐക്കണുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇത്തരത്തിൽ ഒരു നോച്ച് ഡിസ്പ്ലേ ആയിട്ടാണ്, ഒരു വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. തൊട്ട് മുൻപ് ഇറങ്ങിയ A54 മോഡലിനകത്തൊക്കെ ഒരു 5 ഹോൾ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിനകത്തേക്ക് വന്നപ്പോൾ ഇത്തരത്തിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. താഴെ നോക്കിയാൽ അധികം ബെസലൊന്നുമില്ല, സൈഡിലൊക്കെ വളരെ തിന്നായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈനകത്തിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫുൾ വ്യൂ ഡിസ്പ്ലേ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഡിസ്പ്ലേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ വാട്ടർ ഡ്രോപ്പ് നോച്ചായാലും അത്ര വളരെ ചെറിയ ഒരു നോച്ച് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് ഒക്കെയാലും അത്യാവശ്യം നല്ലൊരു സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഒരു റെസ്പോൺസ് ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഡിസ്പ്ലേ മുകളിലായിട്ട് നമുക്കൊരു കോണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ള കാര്യം. നല്ല സ്മൂത്തായിട്ട് തന്നെ അതിൻ്റെ ഐക്കണുകളൊക്കെ മൂവ് ആവുന്നുണ്ട്. നല്ല ഒരു ലാഗോ ഒന്നും തോന്നാത്ത രീതിയിൽ തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനൊന്നും ഇല്ല. എന്നിരുന്നാലും കുറച്ച് ഇത്തരത്തിൽ ഡെയിലി ഹണ്ട്, മോജ് അതുപോലെ ഉള്ള കുറച്ച് അനാവശ്യമായ ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറേജിൻ്റെ പരമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് നിന്ന് ഫീൽ ചെയ്യില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ സെറ്റിങ്സിനകത്ത് കയറി അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഫോണിൻ്റെ മോഡൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പോ A16 എന്ന മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതൊരു ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന മൊബൈലാണെന്ന് നമുക്ക് ഇതിൻ്റെ ഐക്കണുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ CPH നമ്പർ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയടെക്കിൻ്റെ ഹീലിയോ G35 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്കും അല്ലെങ്കിൽ കുറേ നാൾ ഈട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നോർമൽ യൂസിങ്ങിനൊക്കെ പറ്റിയ ഒരു പ്രോസസ്സറാണ് G35 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഹാങ്ങൊക്കെ ആവാതെ ഒരു നോർമൽ യൂസിങ്ങിനോ ഓൺലൈൻ ക്ലാസ്സിനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു പ്രോസസ്സറാണ്. ചെറിയ രീതിയിലൊക്കെ ഗെയിംസും കളിക്കാൻ പറ്റിയ ഒരു പ്രോസസ്സറാണ്. പിന്നെ 4GB റാമാണ് വരുന്നത്, 64GB മെമ്മറി വരുന്നുണ്ട്, 256GB വരെ എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഫോണിനകത്തും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ എടുത്തിട്ട് ഇതിൻ്റെ ക്യാമറയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതൊരു ക്യാമറ സെൻട്രിക് മൊബൈലല്ല, ഒരു 13 മെഗാ പിക്സലാണ് ഇതിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഓപ്പോയുടെ ഫോണുകളൊക്കെ അത്യാവശ്യം എല്ലാ ഫോണുകൾക്കകത്തും ഒരു മികച്ച ഒരു ക്യാമറ ക്വാളിറ്റി നിലവാരം കൊണ്ടുവരുന്ന മോഡലുകളാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് ഇതിനടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്ത ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ കണ്ടോ, നമ്മൾ സൂം ചെയ്താലൊന്നും അതിൻ്റെ ക്വാളിറ്റി പോകുന്നില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് വളരെ വെളിച്ചം കുറഞ്ഞ ഒരു ഭാഗത്താണ്. എന്നിട്ട് വരെ നമുക്ക് നല്ല ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഫോട്ടോയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അത് ഓപ്പോയുടെ ഒരു വിധം എല്ലാ ഫോണുകളായാലും വില കുറഞ്ഞ ഫോണായാലും വില കൂടിയ ഫോണായാലൊക്കെ ക്യാമറയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് 13 മെഗാ പിക്സൽ ആണെങ്കിലും അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നല്ല ഒരു മികച്ച ക്യാമറ ക്വാളിറ്റി നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നൈറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡിൽ തന്നെ നമുക്ക് 1080p റെസൊല്യൂഷനകത്ത് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഫുൾ HDയിൽ. അതുപോലെ പോർട്രേറ്റ് മോഡുകൾ, ഒരുപാട് ലൈറ്റ് ഫിൽറ്ററുകൾ, പിന്നെ മോർ സെറ്റിങ്സിനകത്ത് ഇത്തരത്തിൽ ടൈം ലാപ്സ് മോഡ്, പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, മാക്രോ മോഡ്, എയർ സ്റ്റിക്കേഴ്സ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ ഇതിന് തൊട്ട് പിന്നിലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ക്യാമറ ഒന്ന് ഓൺ ആക്കിയിട്ട് ഒരു ബ്രീഫായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണിച്ചു തരുന്നത്. അതുപോലെ സെൽഫി ക്യാമറ ആയാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ വരുന്നുണ്ട്. 8 മെഗാ പിക്സലാണ്. ഇപ്പോൾ ഞാൻ ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്ത ഒരു ഫോട്ടോ ആണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് സെൽഫി ക്യാമറയ്ക്കകത്തും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് കുറഞ്ഞ റൂമിനകത്താണ് നമ്മൾ ഈ ഫോട്ടോ എടുത്തത്. എന്നിട്ടും ഈ 8 മെഗാ പിക്സലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കൊണ്ട് തന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി ഫോട്ടോ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ സൂം ചെയ്താലൊന്നും അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ടിലെ കളറുകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ വളരെ സ്ട്രൈറ്റ് ആയിട്ടും ഉള്ള ഫോട്ടോകൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ച് കൂടി കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത് നല്ലൊരു ഔട്ട്പുട്ടോട് കൂടിയിട്ടുള്ള സെൽഫി ക്യാമറയും കൂടി കിട്ടുന്നൊരു മോഡലായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ആ ഒരു ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് മാത്രം ഉള്ളൊരു വീഡിയോ നമ്മൾ വേറെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഈ ഒരു വീഡിയോയുടെ റീച്ച് എങ്ങനെയുണ്ട് എന്നറിഞ്ഞിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ടോട്ടലായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്, 4GB റാമിൽ 64GB ഫോണിൻ്റെ സ്റ്റോറേജ് വരുന്നുണ്ട്, 256GB എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും, 13 മെഗാപിക്സലിലെ 3 ക്യാമറകൾ വരുന്നുണ്ട്, നല്ല അടിപൊളി ഡിസൈനാണ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്, സി ടൈപ്പ് ചാർജിങ് പോർട്ടാണ് വരുന്നത്. അതുപോലെ 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്, 6.52 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചും അതുപോലെ ഓഫ്ലൈൻ മാർക്കറ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പോ പോലുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു സർവീസ് സപ്പോർട്ടും കാര്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു ഫോണിനെ കുറിച്ചല്ല എന്തെങ്കിലും പുതിയ ഫോണുകൾ വാങ്ങിക്കാനോ മറ്റെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാമെന്നാണ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ലോട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ ബൈ.